ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് മോസേ? നമ്മള് രാവണന്റെ കോട്ടയിൽ, രാവണൻ കോട്ട, അതായത് ശ്രീലങ്കയിൽ എലങ്ക അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത് ജഫ്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ. അവിടെ ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നുമല്ല ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാണ്ട് പാലക്കാട് പോകാൻ ഇറങ്ങിയ രണ്ട് ചെറുപ്പക്കാർ ഇപ്പൊ ശ്രീലങ്കയിൽ. അതെങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. ജസ്റ്റ് അപ്പൊ അങ്ങനെ വേളാങ്കണ്ണിയിൽ നമ്മൾ പോവാണ് കേട്ടോ അല്ലേ. ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ടുള്ള യാത്രയാണ്, വളരെ കഷ്ടപ്പാട് നിറഞ്ഞ യാത്ര. അതെ, അതെല്ലാം നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് വേറൊരു വീഡിയോ ആക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല, രാവിലെ 6:30 സമയം. പോവല്ലേ നമുക്ക്? അപ്പോൾ ഈ യാത്രേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ. ഇതാണ് ഹോട്ടൽ സെൻറ്റ് ആൻസ് സ്റ്റേ ലിങ്ക് ഏക്കിങ്. അതായത് നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന നമ്മുടെ വേളാങ്കണ്ണി പള്ളിയാണ്. പോവാ മോനെ. അപ്പോൾ അതായത് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നില്ല, വണ്ടി ഇവിടെ വെച്ചു. ഹൃദയം മോസസിന്റെ ഹൃദയം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബസ്സിന് പോവാം അല്ലേ. ബസ് കയറി എത്രയും പെട്ടെന്ന് നമുക്ക് എവിടെ എത്തണം? നാഗപട്ടണം എത്തണം. നാഗപട്ടണം നമ്മുടെ ഒരു 5 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ കൂട്ടും. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ മോസസേ, ഈ ടൈമായപ്പോൾ ഇവിടെ എന്നെ തിരക്കാന്ന് നോക്കി. അങ്ങനെ നമ്മളിതാ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിട്ടോ. തമിഴ് അറിയാം മോസേ? വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചേ. അപ്പോൾ നാഗപട്ടണം ബസ്. അപ്പോൾ അതേ ബസ് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നാഗപട്ടണം എത്തി കേട്ടോ. ഇനിയിപ്പോൾ നാഗപട്ടണത്തിൽ നിന്ന് നമുക്ക് ഇവിടെ പോകണം. 7:30 അപ്പോൾ നമുക്ക് വേഗം ഒരു ഓട്ടോ കയറി പോകണം കേട്ടോ. വേറെ രക്ഷയില്ല, സമയം ഇച്ചിരി ലേറ്റായി. അപ്പോൾ നമ്മൾ നാഗപട്ടണം പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നാട് വിടുകയാണല്ലേ, രാജ്യമേ വിടുകയാണ്. അതാണ് സത്യം. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ. അതെ അതെ, നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് ജസ്റ്റ് 15 രൂപ ടിക്കറ്റേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്, ഒരു 10 മിനിറ്റ് യാത്ര. അപ്പോൾ നമ്മളങ്ങനെ നാഗപട്ടണം പോർട്ടിലേക്ക് എത്തി. 150 രൂപ കേട്ടോ, ഒറ്റ കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് തിരക്കാണെന്നും നമ്മുടെ സമയം പോയെന്നുള്ളതും പുള്ളിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വണ്ടി ഇട്ട് പോവാം. എടാ വേഗം വേണം, സമയം പോയി. അപ്പം അങ്ങനെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞതാ, ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ശരിക്കും ഞങ്ങൾ വരാത്തോണ്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. തെറിയോട് തെറി, പട്ടാളക്കാരൊക്കെ ഒരേ തെറി, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അവസാനമായപ്പോൾ എല്ലാവരും കമ്പനി ചെയ്തു. ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് വരുന്നത് യൂട്യൂബേഴ്സാന്നൊക്കെ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല വാ എന്നൊക്കെ പറഞ്ഞ് വേഗം കൊണ്ടുവന്നു. ഇതാ മോസസ് ഇവിടെ നിൽപ്പുണ്ട്, നമ്മുടെ സാറിനെ. അപ്പോൾ സാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. 7:30 നമുക്ക് ബോട്ട് പോകുന്നത് കേട്ടോ. അതായത് ഞങ്ങൾ പോകുന്നത് ശ്രീലങ്കയ്ക്കാണ്. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് മോശം, അതുകൊണ്ട് പറഞ്ഞാണ്. നമുക്കിത് ഇവിടുന്ന് ചായയോ കാപ്പിയോ എന്ത് വെള്ളം കുടിക്കാം കേട്ടോ. ഈ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം നമ്മുടെ വെസലിൽ പോകാൻ വേണ്ടിയുള്ളവരാണ്. അപ്പോൾ വെസലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. ഇത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി ബോർഡിങ് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ. മോസസേ, അതായത് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സെയിം സെറ്റപ്പ് അല്ലേ, ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ വെറുതെ കിടന്ന് വട്ടം തിരിയാം. ശരിക്കും ഫ്ലൈറ്റിൽ പോകുന്ന ആ ഒരു സെറ്റപ്പ് ഓർത്തിങ് വന്നാൽ മതിയായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ആദ്യം വന്നപ്പോൾ പറയാം ഇന്നത്തെ കഴിഞ്ഞു, നാളെ ടിക്കറ്റ് ഡേറ്റ് മാറ്റി നാളെ പൈസ പോയി പേടിച്ച് കഴിഞ്ഞപ്പോൾ. അതെ, അങ്ങനെ നമ്മൾ നമ്മുടെ വെസലിലോട്ട് പോവാണ്. ജിൻസ് എവിടെ? ജിൻസിനെ കാണുന്നില്ലല്ലോ. കുറേ പേരുണ്ട് കേട്ടോ, വിദേശികളൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. നമ്മുടെ വെസലിലോട്ട് പോവാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കഷ്ടപ്പെട്ടു. നല്ല ആളുണ്ട്, അതുപോലെ ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. നമ്മൾ എണ്ണ എടുത്തിട്ട് വിടുക. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടല്ല, മറ്റേ ഇത് പോർട്ട്. അങ്ങനെ പോർട്ടിൽ നിന്നും ഞങ്ങൾ അങ്ങനെ നമ്മളെങ്ങോട്ട് പോകുന്നു, നമ്മുടെ വെസലിൻ്റെ അടുത്തേക്ക് പോകുന്നു.
വെസലിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കുറേ നടക്കാണ്ട് തന്നെ എത്തുമല്ലോ. വേറൊരു ചെറിയ അതാ വെസൽ കിടക്കുന്നു. അതാണ് നമ്മുടെ വെസൽ. ശിവഗംഗ എന്ന് പറഞ്ഞ വെസലിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. അതെ, അതായത് 7:30 എടുക്കേണ്ട ബോട്ടിന് 7:15 വന്ന് കയറും. ഇവനെ ഞാൻ കുത്തിപ്പിടിച്ച് അല്ല, വേറെ കാര്യം എന്തറിയോ, എന്റെ വിചാരം എന്തറിയോ, മറ്റേ ബസ്സിൽ കയറുന്ന പോലെ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി എന്നാണ് എന്റെ വിചാരം. 10 മിനിറ്റ് അല്ല, 2 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇതിന്റെ 3 മണി 4 മണിയൊക്കെ ആയപ്പോ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അതാ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി 3 മണിക്ക് ഇവിടെ നിൽക്കാന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ സാറിനെ വിളിച്ചു. സാർ എന്ത് ചെയ്തു, പെട്ടെന്ന് ഞങ്ങളെ ഈ ബോട്ടിന്റെ കമ്പനീന്റെ മാനേജർ പുള്ളി, അങ്ങനെ ഞങ്ങൾക്ക് എക്കണോമി ആയിരുന്നു ഞങ്ങൾക്ക്. പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ ഒരു ഇത് കണ്ട് അപ്ഗ്രേഡ് ചെയ്ത് ഞങ്ങൾക്ക് പ്രീമിയത്തിലാക്കി. ഇല്ല, അതവിടെ പറഞ്ഞായിരുന്നു അവിടെ ആളുണ്ട്. പിന്നെ പുള്ളി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. പിന്നെ വേറൊരു രസമുണ്ട് കേട്ടോ, അതായത് ഇത് കണ്ട പഴമൊക്കെ പഴമുണ്ട്, അതേപോലെ കുപ്പിവെള്ളം ഉണ്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വെസലൊന്ന് കാണിച്ചു കൊടുക്കുക തിരിഞ്ഞിട്ട്. അതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വെസൽ കേട്ടോ. സെയിൽ ശുഭം വെസൽ. ശിവഗംഗ എന്നാണ് ആ ബോട്ടിൻ വെസലിന്റെ പേര് കേട്ടോ. ശിവഗംഗ അല്ലേ? ശിവഗംഗ. അപ്പൊ ഇതാണ് നമ്മുടെ വെസൽ ശിവഗംഗ. നമ്മുടെ വെസൽ ഇതാണ് കേട്ടോ. ബോർഡിംഗ് പാസ് എല്ലാം കഴിക്കും. അടിപൊളിയാട്ടോ. അടിപൊളിയാട്ടോ. AC കേട്ടോ, ഫുൾ AC. സംഭവം നമുക്ക് മൊത്തത്തിലൊരു വീഡിയോ എടുക്കണം. നമുക്ക് പ്രീമിയം തരാം. നമ്മുടെ പ്രീമിയം ആണ് കേട്ടോ. പ്രീമിയാണോ? നമുക്ക് ടോപ്പിലൊക്കെ പോവാം. നോക്കാം. എന്തായാലും ഇനി ഉള്ളിൽ കയറി സീറ്റ് കണ്ടുപിടിക്കണം. അതൊരു ചടങ്ങാ, അതറിയാവോ? സീറ്റ് കണ്ടുപിടിക്കണം. അത് അവിടെ പറയാൻ പറഞ്ഞോ? ആണോ? നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പ്രീമിയത്തിലോട്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തോ. ഹായ്. ചേട്ടാ, ഇതിലാരോ കാണാൻ പറഞ്ഞു, മെസ്സിന്റെ അടുത്ത് പോയിട്ട്. അപ്പൊ നമുക്ക് അതൊരു കിട്ടി കേട്ടോ. പിന്നെന്താ, അതായത് നമ്മൾ എത്ര നേരം എവിടെ ഇരിക്കാം അല്ലേ? ബാഗ് എവിടെ വെക്കാം? ബാഗ് ഇതിൽ ഫുള്ള് വിദേശികളാണോ? നമ്മൾ വിദേശികളായോ? ബാഗ് എവിടെ വെക്കാം? ഇവിടെ ഇരിക്കാല്ലേടാ? മേളിലിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ പറയുക, ഇവിടെ ഓടിക്കുന്നൊക്കെ കാര്യങ്ങളിലൂടെ. അങ്ങനെ ഏറ്റവും ഈ വെസലിന്റെ ഏറ്റവും പ്രീമിയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്ത്യക്കാരും ഇല്ല കേട്ടോ, ഒറ്റ ഇന്ത്യക്കാരില്ല, നമ്മൾ മാത്രം. അത് പൊളിച്ചു. അതെ, അങ്ങോട്ട് കയറ്റില്ലടാ. അങ്ങനെ നമ്മൾ നമ്മുടെ വെസലിൽ കയറി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം അനുഭവിച്ച ടെൻഷൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഗേറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ അങ്ങനെ ഉണ്ടോ നമ്മുടെ വെസലിൽ. ഇതിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് പ്രീമിയത്തിലാണ്. നമ്മൾ നമ്മുടെ ശ്രീലങ്കൻ യാത്ര ആരംഭിച്ചു, ഇവിടെ തുടങ്ങി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോകുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ. ഗൈസ്, അങ്ങനെ നമ്മുടെ യാത്ര അതാ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വെസൽ എടുത്തു. ഇന്ന് ഞാൻ ഇവന്റെ കഴുത്തേൽ കത്തി വെച്ചാണ്. വൃത്തികെട്ടോ. ഞാനേ എൻ്റെ വിചാരം സത്യം പറഞ്ഞ ഗൈസ്, സാധാ നമ്മളൊരു കപ്പലിലൊക്കെ പോകുന്ന പോലെ വന്നാൽ മതി. പക്ഷെ ഇവിടെ ഇത്രയും പണി ഉണ്ടെന്ന് ഞാൻ അറിയില്ല. ഇത് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയല്ല, രാജ്യം വിട്ട് പോവാണ്. അവിടെ വന്നിട്ട് 7:30 എടുക്കുന്ന വണ്ടിയാ. ബോട്ടല്ല, ബോട്ടെന്ന് പറയരുത്, വെസൽ. 7:30 എടുക്കേണ്ട വെസല് 7:15 ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു കടാക്ഷം, കഴിച്ചിലായി. പിന്നെ എല്ലാരും കമ്പനിയായിട്ടോ. എന്റെ വിചാരം എന്താ, ക്ലോസ് ആയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു അല്ല, എല്ലാരും ബസ്സിൽ കയറി ഇരിക്കാന്നാണ് എന്റെ വിചാരം. പക്ഷെ എല്ലാവരും അവിടെ ഇരിക്കുക, വെയിറ്റിങ്ങിന് ഇരിക്കുക. ഓടിങ്ങി തുടങ്ങിയിട്ടില്ല. ഞങ്ങളെ നോക്കി എല്ലാവരും 3 മണിക്കൊക്കെ ആൾക്കാർ അവിടെ വന്നിരിക്കുക. എല്ലാരും സംഭവം 7:30-ക്കാണ് ബോട്ട് പോകുന്നെങ്കിലും വെസൽ പോകുന്നെങ്കിലും ഞങ്ങൾ നോക്കി എല്ലാവരും അവിടെ ഇരിക്കുക. അതെ, നമ്മള് പോയി തുടങ്ങി കേട്ടോ. നമ്മളിതാ യാത്ര തുടങ്ങി. ഇനി യാത്രയിലുടനീളം നമ്മുടെ വിശേഷങ്ങൾ അറിയാം. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. ഇതിൽ വലിയൊരു സംഭവം എന്താ അറിയോ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ശ്രീലങ്ക പോകണം, അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല. ഈ മോസസിന്റെ ഒറ്റൊരാളുടെ 2 ദിവസത്തെ രാത്രിയുടെ ഉറക്കമാണ് ഇത്. അതിൽ ഞങ്ങള് ശ്രീലങ്ക ഞാൻ ഇരുന്ന് പഠിച്ച് എങ്ങനെ പോണം. പിന്നെ നമ്മുടെ ഈ ഫെറി ഇല്ലേ, ഈ വെസലില്ലേ, 45 വർഷം മുമ്പാണ് ലാസ്റ്റ് സർവീസ് എടുത്തത്. അതിനുശേഷമാണ് ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ ഉള്ളതാ. 45 വർഷം മുമ്പാണ് ഈ എന്താ പറയുക ഫെറി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ്
സെയിൽ ശുഭം എന്ന് പറഞ്ഞിട്ട് ഈ വെസൽ സ്റ്റാർട്ട് ചെയ്തത് ശരി ശരി. ഇന്റർനാഷണൽ. പണ്ട് ബ്രിട്ടീഷുകാർക്ക് ഉള്ളപ്പോൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ഇഷ്യൂ ആയിരിക്കും. ശരിക്കും ഇന്ത്യക്കാർക്ക് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് എപ്പോഴും നമുക്ക് പോകാനുള്ളത്. ഇപ്പൊ നമ്മൾ നേപ്പാൾ പോകുന്നില്ലേ, എന്ന് പറഞ്ഞ പോലെ പറ്റിയൊരു ഇന്ത്യക്കാർക്ക് നമുക്ക് ചിലർ ഞാനിങ്ങനെ ശ്രീലങ്കയിൽ എൻ്റെ 2 ഫ്രണ്ട് ഉണ്ട്, പിന്നെ ടൂർ ഗൈഡൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ ET എടുക്കണം. അങ്ങനെ ചിലർ പറഞ്ഞു അതൊന്നും വേണ്ട, വെറും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോയ അപ്പം കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ET എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നത്. ഞങ്ങൾ ET ഒക്കെ ഞാനും മെനഞ്ഞാന്ന് എൻ്റെ അളിയനെ കൊണ്ട് റണ്ണിങ്ങിൽ പാവം അളിയൻ അവിടെ പശുവിനെയും പട്ടിനെയും കോഴീനെയൊക്കെ നോക്കി നിൽക്കുന്ന അളിയനാണ്. പക്ഷേ അതിന് ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്. പക്ഷെ ഇവിടെ വീഡിയോ ഉണ്ട്, ആളില്ല. അപ്പൊ അങ്ങനെ അളിയൻ പാവം അളിയനെ കണ്ട് കുത്തിയിരുത്തി, അളിയുടെ പേര് ലിയോ എന്നാട്ടോ, അളിയനെ കണ്ട് കുത്തിയിരുത്തി ഇങ്ങനെ ചെയ്യിച്ച് സക്സസ് ആക്കി. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ വേറൊരു വീഡിയോ ഫുൾ പ്രോസസ്. ആർക്ക് വേണേലും ശ്രീലങ്ക പോയി തിരിച്ചു വരാനുള്ള ഫുൾ, അതായത് ഗൈഡോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയോ ഇല്ലാണ്ട് ശ്രീലങ്കയിൽ പോവാൻ നമുക്ക് ഉള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ഈ ട്രിപ്പിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല ടോയ്ലറ്റ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, സെറ്റപ്പ് ടോയ്ലറ്റാണ്. അടുത്തുണ്ടല്ലോ. അതെ, സെറ്റപ്പ് ടോയ്ലറ്റാണ്. ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ്. അതെ, വാഷ് ബേസിൻ ഉണ്ട്, ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളിതാ ഇവിടെ നമ്മൾ ബാത്റൂമൊക്കെ കാണിച്ചിട്ട് വന്നത്. എന്തിനോ 2 സ്പൂൺ വന്നു, എന്തിനാന്നറിയില്ല. ഒരു ഫോർക്കും ഉണ്ട്, ഒരു സ്പൂണും ഉണ്ട്, ഒരു ടിഷ്യൂ പേപ്പറും ഉണ്ട്, 1/2 ലിറ്റർ വെള്ളം. 1/2 ലിറ്റർ വെള്ളം ഉണ്ട്. അല്ലടാ, നമ്മുടെ ഫ്ലൈറ്റിലെ പോലെ സ്മോളൊക്കെ തരുമോ? ആ വെള്ളത്തിൽ നിന്ന് ഉപ്പുവെള്ളം എടുത്ത് കുടിച്ചോ. അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്പൂണും മനസ്സിലായില്ല, ഫോർക്കും കിട്ടിയതിന്റെ. നല്ല ഇഡ്ഡലി ഉണ്ട്. ചട്നി ആണോ എന്താന്ന് നമുക്ക് തുറന്നു നോക്കാം. ഞാൻ തോന്നുന്നു. ആഹാ, 3 ഇഡ്ഡലി. കയ്യിലാക്കരുത്. ഇതെന്താ സാധനം? ഈ സ്പൂണൊക്കെ തന്നത് അല്ലടാ, ഇതെന്താ സാധനം നോക്കട്ടെ. ചട്നി. അപ്പൊ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു കട്ടൻ ചായ പോലും കുടിച്ചില്ല രാവിലെ. അതെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന്, അതായത് ഹോട്ടലിൽ വന്നതിന് ശേഷമാണ് ഒരു ചായ കുടിക്കുന്നത്. ഇതിൽ വേറൊരു ടിസ്റ്റ് എന്താണെന്നറിയോ മോശേ, ആകെ 2 ഷെഡിയും കൊണ്ടാണ് ഞങ്ങൾ കറങ്ങാനുള്ളത്. 2 ഷെഡ് കൊണ്ടാണ് രാജ്യം വിടുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം അല്ലെങ്കിൽ പാലക്കാട് പോയി തിരിച്ചു വരാന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് ഞങ്ങള്. പക്ഷെ സഡൻ പ്ലാനുകളാണല്ല. ശ്രീലങ്ക വരെ എത്താൻ പോവാൻ എന്തോ ദൈവത്തിന്റെ ഒരു വലിയ ഇതുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് എവിടം വരെ പോകുന്നറിയില്ല. നീ സാമ്പാറാ ഇഡ്ലി സാമ്പാർ ഇപ്പടിയെ പോട്ടല ഫുള്ളങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ചട്നി അരി വരും. ചട്നിയൊന്നുമില്ല. പിന്നെ മോശം ഇതേ കിട്ടിയത് വലിയ കാര്യം. അല്ല, ഇത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതിവിടെ ഇങ്ങനെ വെക്കാം തൽക്കാലം. എന്നിട്ട് ഈ സ്പൂൺ എടുത്തിട്ട്, അതെ, ഇതിപ്പോൾ കൈയൊക്കെ ഫുള്ള് ബിസിയാണ്. അപ്പോൾ ഇതങ്ങ് കടിച്ചു നോക്കാം. അമ്മേ, ഭക്ഷണം കിട്ടിയാൽ പിന്നെ നമ്മൾ എങ്ങനെയും അതെ ഇതെങ്ങനെയെങ്കിലും അകത്താക്കണം എന്നുള്ള ലക്ഷ്യമാണ്. ഇങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് എത്തി നോക്കുന്നുണ്ട്. അതൊന്നും കാണില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. സത്യ ഗൈസ്. അപ്പോൾ ഞാനത് ഇഡ്ഡലി കഴിക്കുകയാണ്. ജിൻസ് കുറച്ച് നേരം നോക്കിയിരുന്ന് വീഡിയോ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ജിൻസ് കഴിക്കാം. ദൈവമേ, കൊതി കിട്ടുന്ന എങ്ങനെയുണ്ടാ? കൊള്ളാം. നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി പോലെയൊക്കെ ഉണ്ടോ? അതല്ല, ഇത് ഇച്ചിരി കട്ടിയുണ്ട്. മയം കുറവല്ലേ? മയം കുറവാ. പക്ഷെ സാമ്പാറും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പുറത്ത് ഹോട്ടലുകളിൽ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഇത്രയും ഇപ്പം ഇതിൽ മാത്രമല്ല 5-8 പേരുള്ളൂ. താഴെ കുറേ പേരുണ്ടല്ലോ. അതെ, നമുക്ക് എന്തായാലും ഇനി ഇതിൽ കഴിച്ചിട്ട് കാണാം കേട്ടോ. അതെ, അവർക്ക് ഫുഡ് ഉണ്ടോന്ന് അറിയില്ലല്ലോ. താഴെ കാണും. ഇതല്ലോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അവിടെ പോയി പൊളിയാൻ ചോദിക്കാം പെർമിഷൻ ഉണ്ടോ. എന്താ പറയുക, അതിലെങ്ങനെ ചാടിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്, വേറൊന്നുമല്ല. എന്താണ് മോശം? എന്താണ് ഇങ്ങനെ? ഞാനേ ഇതിൻ്റെ ഉള്ളൊരു വീഡിയോ എടുത്ത് വെച്ചാ അല്ലേ. ഇത് കണ്ടോ മോസസ്, ഞങ്ങൾ രണ്ടുകൂടി അനുഷ്യ ചേച്ചി ഇതുപോലെ നമ്മളെപ്പോലെ ശ്രീലങ്കയ്ക്ക് പോയിട്ട് 2 നാളോ 3 നാളാ ചേച്ചി അതുപോലെ ചേച്ചി അല്ല അക്ക അതുപോലെ അവിടെ പോയി 2 ദിവസം സ്റ്റേ ഒക്കെ അടിച്ച് തിരിച്ചു വരാൻ നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ പരിചയപ്പെട്ടാ. നമ്മുടെ ചാനലായിട്ട് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, ആരെ കിട്ടിയാലും നമ്മൾ വധിക്കണത്. അതെ.
ഇതൊക്കെ നമ്മുടെ തീരം വിട്ട് തീരം കാണാതായി വരുന്നുണ്ട്. കാണുന്നില്ല, നമുക്ക് ഫുള്ള് വെള്ളം, എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ ഉള്ളൂ. അതെ, ആ ഒരു സ്ഥിതിയിലേക്ക് വന്നു. അക്ക പരിചയപ്പെടുത്തിരും, അഫ്ഗാനൊക്കെ അല്ല അക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തിരും, ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ട്. ഞാൻ വരാം, ഫോൺ വിളിച്ചിട്ട്. നീ ഫോൺ വിളിച്ചിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഭാര്യനെ പോയിട്ട് ആരും വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭാര്യയെങ്കിലും വിളിച്ചിട്ട് പോവാന്നെങ്കിലും പറയട്ടെ, ഞാൻ രാജ്യം വിട്ടുന്നെങ്കിലും ഭാര്യയോടെങ്കിലും പറയട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഓട്ടോ அதுதான் எங்களோட பிளான். எவ்வளவு ரெண்ட் வரும்னு தெரியாது. நாளை ஜாஃப்னே நீங்க போங்க, அப்படின்னு നമുക്ക് താഴെ പോയി എടുക്കാം. ഡിലീറ്റ് பண்ணணுமா? കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ എല്ലാം മേടിച്ച് ഇതാണ് നമ്മുടെ ശുഭം വെസൽ. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ലഗേജ് എല്ലാം വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതുണ്ടോ, ഇത് ലക്ഷറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പുറത്തേക്ക് പോകില്ല, അവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റും. അത് എക്സിറ്റാ. ഇത് ലഗേജ് വെക്കാനുള്ള സ്ഥലം തോന്നുന്നു അല്ലേ? ഇതിലിങ്ങനെ പോകുന്ന ബാക്കിലോട്ട് പോവാ കേട്ടോ. ഇതാണ് ഇവിടുത്തെ കഫ്റ്റീരിയ. എടാ ഇത് താഴെ എത്തുമ്പോഴാണ് ഇതിന്റെ സ്പീഡ് മനസ്സിലാവുന്നത്. ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നു അല്ലേ? ആ എടാ, എൻജിൻ കമ്പാർട്ട്മെന്റ് എൻ്റെ മോനെ, ഇത് നോക്ക് അവിടെയൊക്കെ വിറക്കിയ. നമ്മൾ മേലെ ഇരുന്നപ്പോൾ ഒന്നും അറിയുന്നില്ല കേട്ടോ. ആ ചേട്ടൻ എവിടെയാ? കാസർഗോഡ്. ഇവിടെ പോവാ? 100 പോവാ? ആ എങ്ങനെ, ഒറ്റയ്ക്കോ? ആ ഫാമിലി. മേലെ ഭയങ്കര കേട്ടോ, മേലം ഭയങ്കരം തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൗണ്ടറാട്ടോ. ഇതാ ഇവിടെ അത്യാവശ്യം കയറി വന്ന വഴിയാണ്. അതെ, നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. അറിയാലോ, യൂട്യൂബേഴ്സ് വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഓ ആ ചേട്ടൻ വഴി കൊടുത്തേക്കാം. Anybody can do. உங்களது സുധി. ആ ഇപ്പൊ ശ്രീലങ്ക പോയാ. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് പാക്കർ സുധി. ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ പെട്ടെന്ന് തമിഴ് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത് തമിഴ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതെന്താ സംഭവം, നമ്മൾ ക്യാമറയൊക്കെ തൂക്കി നടക്കുന്നതായിട്ട്. അത് പക്ഷേ ഇതുണ്ടോ, നമ്മുടെ ബ്രോ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മലയാളി ഞങ്ങൾ മാത്രമല്ല എന്ന് വിചാരിച്ചത്. അപ്പൊ 2 ബ്ലോഗർമാര് ശ്രീലങ്കയ്ക്ക് കപ്പല്. എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ കടൽ ഇന്ന് അല്ലേ, ഇന്ന് ഞങ്ങള് 3-4 ദിവസമായി പുറപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കപ്പിത്താൻ ഏറ്റെടുത്തു. സുധീ ബ്രോ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ എന്താ പറയാ, നിന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇരുത്തം കുറവാണ്. പക്ഷെ ഇതിനേക്കാൾ ഇളക്കല്ലേ അടിയില്. എനിക്കൊന്ന് നടക്കാം. ആണോ, നമ്മളിവിടുന്ന് താഴേക്കുന്നത് നമുക്ക് താഴെയാണ്. പക്ഷെ എനിക്ക് നമ്മളാ നിന്നത് എൻജിൻ കമ്പാർട്ട്മെന്റിന് അവിടെ അല്ലേ? എൻജിൻ കമ്പാർട്ട്മെന്റിന് അവിടെ ആയതുകൊണ്ടാണ് നമുക്ക് ആ വൈബ്രേഷൻ ഒക്കെ വന്നത്. വെയിറ്റ് കൂടുതലുണ്ട്. അതെ. ഒക്കെ എന്തൊക്കെയോ എന്താ പറയാ, ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ്റെ അടുത്ത്. ഇതിന് പറയുന്ന പേരാണ് എന്താ, ബ്രിഡ്ജ്. നാവിഗേഷൻ ബ്രിഡ്ജ്. ഇത്ര നേരം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കോപ്പൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കപ്പിത്താനിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് നാവിഗേഷൻ ബ്രിഡ്ജ്. പുതിയൊരു പേരും ഒരു അറിവും കൂടി കിട്ടി. ഇത് നമ്മൾ ചോദിച്ചു കേട്ടോ, പക്ഷെ അവർ നമ്മളെന്താ പറയുക അതിൻ്റെ ഉള്ളിൽ അലൗഡ് ഇല്ല അല്ലേ? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെ എന്താ സേഫ്റ്റി. അതെ, ആക്ച്വലി ശരിക്കും ഈ നമ്മളെന്താ പറയുക, നമ്മൾ ഈ കസാര തന്നെ ഈ ചെയറിൽ തന്നെ ഇരിക്കണം. കാരണം എന്താ വെച്ചാൽ സേഫ്റ്റിയുടെ പർപ്പസാന്നാ പറഞ്ഞല്ലേ? ആ ഇതിപ്പോൾ നമ്മൾ നിന്നിട്ട് തന്നെ ശാന്തമായ കടൽ ഇന്നാന്നാ പറഞ്ഞത്. ഇന്നലെയൊക്കെ ഭയങ്കരമായിരുന്നു പറഞ്ഞത്.
അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഓരോ നമുക്ക് ഇങ്ങനെ കാണാം. അയ്യോ സോറി, എൻ്റെ ചാനലല്ല, ഇതാ കൊടുക്കാം. ഞാനേ മോത്തസ് എന്തൊക്കെ പറയുന്നത് അറിയാമല്ലോ, തീരുവതറിയാമല്ലോ തള്ളുന്നേ. സംഭവം അവൻ്റെ ചാനലാണ്. हाँ 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 ओके it's a 4 hours journey no okay at the what time we will reach there 11 we cost 11:40 45 like that. okay you are from I'm from Calcutta. okay thank you അങ്ങനെ ഞങ്ങളുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ പഴം മേടിച്ചു വെച്ചു. രാവിലെ വെറുമേറ്റി കൊണ്ടുവന്നു. വലിയ കുറ്റം പറഞ്ഞ് ഇവിടെ കയറ്റൂല, വഴിയിൽ കളയടാന്ന് പറഞ്ഞിട്ട് എവിടെ എന്ത് കയറ്റിക്കൊണ്ടിരിക്കുക, പഴം കയറ്റിക്കൊണ്ടിരിക്കുക. അത് വേറെ ഒന്നുമല്ല, വിശക്കുന്നുണ്ട്. കുറ്റം പറയുമ്പോൾ ഓർക്കണേ, കളഞ്ഞിരുന്നെങ്കിലും. അത് നമ്മുടെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാട്ടോ, നമ്മളിവിടുന്ന് പരിചയപ്പെട്ട മലപ്പുറംകാരനാണ്. അവിടെ ഇവിടെയല്ലേ, കാസർഗോഡ് ശ്രീലങ്ക ഇറങ്ങാൻ ഞങ്ങൾ വരും. ഞങ്ങളുടെ മാത്രം മലയാളികളുണ്ട്. അപ്പോൾ 4 പേരുണ്ടല്ലേ, നമ്മള് 4 പേര് മലയാളികളുണ്ട്. 4 വ്ലോഗറുണ്ട്. ഇല്ല, 2 വ്ലോഗർമാര്. പുള്ളിയും അങ്ങനെ അടിപൊളിയാക്കാം. എന്തായാലും ശ്രീലങ്കൻ ട്രിപ്പ് അടിപൊളിയാക്കാം. നമുക്ക് എവിടെയൊക്കെ വെച്ച് കാണാം. ഇടയ്ക്കുള്ള ടുക് കൊണ്ടേക്ക് എടുത്ത് കറങ്ങിട്ടോ. ഓക്കെ, അങ്ങനെ മലയാളീസ് ഉണ്ട് കേട്ടോ വണ്ടിയിലല്ല, വെസലില്. നമ്മൾ ഈ കാറിൽ പോയി ഫ്ലൈറ്റിൽ ഇങ്ങനെ പഴം കൊണ്ടുപോകും, അതറിയില്ലല്ലോ. ഫ്ലൈറ്റിൽ പഴം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യോ. അല്ല സീരിയസ്ലി അറിയില്ല കേട്ടോ. വേറെ സാധനങ്ങളുടെ ഈ പഴത്തിന്റെ കാര്യം. അതെ, പക്ഷെ എന്തായാലും വെസലിൽ പഴം കയറ്റാൻ പറ്റുമെന്ന് ഇതിപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് പഴമൊക്കെ മേടിച്ചിട്ട് വരാം. ശ്രീലങ്കൻ പഴം. പക്ഷെ ശ്രീലങ്കയിൽ തേയില നന്നായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചായപ്പൊടി എന്താ അറിയില്ല, പ്രത്യേകം എന്താ അറിയില്ല, നല്ല എല്ലാവരും ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു അവിടുന്ന് ചായപ്പൊടി കിട്ടും മേടിച്ചു. കുറേ പ്ലാന്റേഷൻ ഉണ്ട് അവിടെ. പ്ലാന്റേഷൻ ഉണ്ട്, അതായത് ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ക്യാൻഡിയിൽ ഫുള്ള് എന്താ പറയുക പ്ലാന്റേഷൻ ആണ് അവിടെ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ജാഫ്ന എന്ന് പറഞ്ഞ സ്ഥലമാണ്. ജഫ്ന അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ഇന്നിപ്പോൾ പോയിട്ട് അവിടെ ഒരു ദിവസം നമ്മൾ തങ്ങി ജാഫ്ന ഫുള്ള് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഒരു ടുക് വണ്ടി എടുത്തിട്ട് ഫുൾ ടുക് വണ്ടിയിൽ ജാഫ്ന മൊത്തം കറങ്ങാന്നുള്ളൊരു പ്ലാനിലാണ്. നോക്കാം, എന്തായാലും സ്റ്റേ ട്യൂൺ, കണ്ടോണ്ടിരിക്കാം നമുക്ക്. ഇത് നോക്കിയേ, ഈ സൈഡിൽ ഒരു കുഴപ്പമില്ല, മഴക്കാറോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഈ സൈഡിലേക്ക് നോക്കി, എൻ്റെ പൊന്നെ വേറൊരു കളറ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്ക പറഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ ശ്രീലങ്കയിലേക്ക് അത്യാവശ്യം നല്ല പെരും മഴയായിരുന്നു എന്നാട്ടോ പറഞ്ഞു. അപ്പോൾ മഴയത്തുള്ളൊരു എക്സ്പീരിയൻസ് അത് ചിലപ്പോൾ ഒരു വേറെ എക്സ്പീരിയൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ചാറ്റുന്നുണ്ടോ? ഇല്ലല്ലേ, നമ്മുടെ ഇന്ത്യൻ സൈഡിലേക്ക് നല്ല വെയിലാണ്, കണ്ടില്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇനി ഇതാ നമ്മളിത് ഇവിടെ എത്തണം. അപ്പോൾ ഇതുവരെ ഇപ്പോൾ സമയം എന്തായി? 9:49, 7:30 കയറിയതാണ്. ഇതുവരെ നമ്മൾ ഇന്ത്യ വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ത്യ വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചും കൂടി സ്പീഡിൽ വിടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ബോട്ട്. എൻ്റെ മോനെ, മഴയുള്ളതുകൊണ്ട് സ്പീഡ് കുറവായിരിക്കും. അതെന്തായാലും നന്നായി. സ്പീഡ് കൂടി എന്താ അറിയോ, നമുക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും കേട്ടോ. ഇങ്ങനെ ശരിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ പറ്റില്ല എന്നുള്ളതാണ് പൈലറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, ക്യാപ്റ്റൻ. ചെക്കിങ് ഉണ്ടാവും അല്ലേ? ആ, അപ്പൊ അങ്ങനെ ദേ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സുധീന്റെ അടുത്ത് പോയാലോ? നമുക്ക് ഇപ്പൊ പറയാ, നമുക്ക് സുധീന്റെ അടുത്തൊന്ന് പോയി നോക്കാം കേട്ടോ. പുള്ളി കുറച്ചു നേരമായിട്ട് പുള്ളിയെ കാണുന്നില്ല. എവിടെ? ഇവിടെ ഇല്ലേ? ബേക്കിലായിരിക്കും. അതാ, ഇവിടെ ഭയങ്കര സൗണ്ടല്ലേ. ഇവിടെ ഭയങ്കര സൗണ്ടാട്ടോ. മഴ ഇപ്പൊ എങ്ങനെ വെള്ളത്തിന്റെ സ്ഥിതി കണ്ടോ? ഇപ്പൊ ടൈറ്റാനിക് ഓർമ്മ വരുന്നില്ലേ? അത്യാവശ്യം നല്ല മഴയാന്ന് തോന്നുന്നു കേട്ടോ.
അപ്പോൾ ഞാനൊന്ന് ബേക്കിൽ പോയി നോട്ടെ. നേരത്തെ വെച്ച് ഇപ്പം എന്താ സ്ഥിതി എന്നറിയാലോ. അപ്പോൾ നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ TV ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ പോയി കടൽ നല്ല ശാന്തമായിട്ടോ. ഞങ്ങൾ ഒന്ന് പേടിച്ചായിരുന്നു. നമുക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ഒലച്ചിൽ വരുമ്പോൾ എന്താ പറയുക, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. നമ്മുടെ ആൻഡമാൻ യാത്രയിലൊക്കെ നമുക്ക് അനുഭവം ഉള്ളതാണ്. ഞങ്ങൾ ഛർദ്ദിച്ചില്ല, എന്നാലും കൂടെ ഉള്ളവരൊക്കെ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനൊരു ടെൻഡൻസി കൂടി വരും. ഈ കിടക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ശ്രീലങ്കൻ മണി. അവിടെ പോയിട്ട് നമുക്ക് മാറ്റണം. അതെ ഇതാണ് സംഭവം അല്ലേ. 35 രൂപയുണ്ടാവും. 35 രൂപയാണ്. എന്തായാലും നമുക്ക് വേഗം ചായ കുടിക്കാം. ശ്രുതി അതിൽ നടപ്പുണ്ട് കേട്ടോ. മോസസ് ഇവിടെ വന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ. അതാ 100 രൂപ കിട്ടി. 28 രൂപ. നീ എത്ര കൊടുത്തേ? 30 രൂപ കൊടുത്തേ. 2 രൂപ പോട്ടെ. ബാലൻസ് കിട്ടി 2 രൂപ. അതെ. അപ്പൊ ശരിക്കും ഉണ്ടല്ലോ, ശരിക്കും ഇതൊരു പ്രൈവറ്റ് ഫെറിയാണ്. പക്ഷെ ഈ പ്രൊജക്ട് വന്നിട്ട് ഗവൺമെന്റിന്റെ നടത്തുന്നത് ശുഭം എന്ന് പറഞ്ഞിട്ട് സെയിൽ ശുഭം എന്ന് പറഞ്ഞ സൈറ്റ് അല്ല, അവരുടെ കമ്പനി. ശുഭമാണ് കമ്പനി. അതെ. അപ്പൊ അത് അവരാണ് ഇത് സർവീസ് ഇടുന്നത്. പക്ഷെ അടിപൊളിയാട്ടോ, അവരുടെ സർവീസ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡ് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ഇഡ്ഡലി, സാമ്പാർ, താഴെ പിന്നെ കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ടും മേടിക്കാം. അതെ, വലിയ റേറ്റ് ഒന്നുമില്ല. പുറമേ വെച്ച് 30 രൂപ ചായക്ക്, 30 രൂപ കോഫിക്ക്, 30 രൂപ. അവിടെ നിന്നാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ 28 രൂപ കൊടുത്തിട്ട് 100 ശ്രീലങ്കൻ മണി മേടിച്ചത്. 28 രൂപ. അതായത് നമ്മുടെ നാട്ടിനേക്കാൾ മൂല്യം കുറവാ. 1:3 എന്ന അനുപാത. അതായത് 3 രൂപ 50 പൈസ കിട്ടും. 3 രൂപ 50 പൈസയാണ്. അപ്പൊ വെറുതെ അപ്പൊ ഞങ്ങള് താഴെ പോയപ്പോ 100 രൂപ തരും. 28 രൂപ. കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ 7:15 പോർട്ടിലെത്തിയ പോലെ തിരിച്ചു പോരുന്ന ശരിക്ക് സത്യം പറഞ്ഞാല് 2 മണിക്കൂർ മുമ്പ് നമ്മള് റിപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് വരാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇന്ന് എത്തിയാൽ 6 മണിക്കൊക്കെ ഇവൻ കിടന്ന് വിളിക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കാം. കാരണം ഞങ്ങൾ ഉറങ്ങിയപ്പോ തന്നെ ഇന്നലെ 1:30-2 മണിയായില്ലേ. കാരണം എന്താ വെച്ചാല് വീഡിയോ എഡിറ്റിംഗ് ഇതെല്ലാം കൂടി 2-3 ദിവസമായിട്ട് നമ്മള് രാത്രിയിൽ ഉറക്കം ഭയങ്കര ശോക. കാരണം 2 ദിവസം രാത്രി തന്നെ മെനക്കെട്ടിട്ടാണ് നമ്മൾ ഈ ശ്രീലങ്കയ്ക്ക് വരാനുള്ള പരിപാടി ചെയ്തത്. പക്ഷെ എന്താ സംഭവം അറിയില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഭയങ്കര പാടാ. അങ്ങനെ അവസാനം പിന്നെ ഇതിന്റെ ഒരു മാനേജർ ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താ, ആളെ വിളിച്ചിട്ട് ആള് വഴിയാണ് ശരിക്കും നമ്മൾ ഈ ഫെറിയിൽ എത്തിയതും ഈ വെസലിൽ കയറി ഇപ്പോൾ ശ്രീലങ്ക പോകുന്ന കേട്ടോ. ആള് ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് 7:15 പോർട്ടിൽ കയറുന്നത്. ചിലപ്പോൾ വളരെ അപൂർവം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഗേറ്റൊക്കെ അടച്ചു. നേരത്തെ ഒരു അക്കനെ കണ്ടില്ല. അക്ക ഇന്നലെ 7 മണിക്ക് വന്നിട്ട് അക്കനെ കയറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് അക്ക രണ്ടാമത് ടിക്കറ്റ് എടുത്തിട്ട് കയറി. അതിൽ പുള്ളിക്കാരത്തേക്ക് എത്രയോ പൈസ നഷ്ടമുണ്ട്. നമ്മള് ഡേറ്റ് മാറ്റം. അതെ. അതിന് നഷ്ടം വരും. നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് അങ്ങനെ അധികം കിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ 7:15 കയറിയപ്പോ മെയിൻ ഗേറ്റ് അങ്ങ് അടച്ചു, കേറ്റൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ളിൽ ഓട്ടോ ആയിരുന്നു. അങ്ങനെ ആള് ഇതിന്റെ മാനേജർ വിളിച്ച് അവിടെ ഏതൊരു അതോറിറ്റിയോട് സംസാരിച്ച് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ എല്ലാ പരിപാടി, സ്കാനിങ്, ഇമിഗ്രേഷൻ, സീൽ വെക്കല്, ബോർഡിംഗ് പാസ്, എല്ലാ സാധനവും കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിച്ചു. അത് ഭയങ്കര ഒരു ഇതാ. പിന്നെ വെയിറ്റിംഗ് ഏരിയ നമ്മൾ നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ തന്നെ പക്ഷെ തുറന്നു. അതെ, ഞങ്ങൾ ചെന്ന് അപ്പോഴത്തേക്കും നേരെ നമ്മുടെ വെസലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഈ ബോട്ട് നമ്മളിപ്പോ പോകുന്നില്ലേ വെസല്, ഇത് അവരൊരു ട്രയൽ റൺ പോലെ അങ്ങ് നടത്തുക. പക്ഷെ എനിക്ക് അതെ സക്സസ് ആണ്. ആൾക്കാർ ഉണ്ട് കേട്ടോ, അത്യാവശ്യം അറിഞ്ഞു വരുന്നുള്ളൂ. ഒരുപാട് മലയാളികൾ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളാരും മലയാളത്തിൽ അറിയുന്നവരെ ആരും നമ്മളതാണ് ഫസ്റ്റ് വ്ളോഗ് കേട്ടോ. അത് ഞാൻ ഇവനോട് ഞാൻ അന്നോട്ട് ഞാൻ പറഞ്ഞേക്കാം, നമ്മളായിരിക്കണം ആദ്യത്തെ വ്ളോഗ് ചെയ്യുന്ന. ഫുൾ സപ്പോർട്ട് എൻ്റെ വക ഉണ്ടാവും. നമ്മൾ പോകുന്നു, നമ്മള് ശ്രീലങ്ക ഫുള്ള് നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാല്, ഞങ്ങൾ ശ്രീലങ്കയിൽ പോയിട്ട് വലിയ വലിയ സിറ്റികളൊന്നും വരില്ല. എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങള്, നമ്മളെക്കാളും അപ്ഡേഷൻ കുറവാണെന്നാണ് കേട്ടത്. നമുക്ക് ഈ പറഞ്ഞു കേൾക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞാല് പകുതിയും
കുളുവായിരിക്കും. അതെ അതെ, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. മാക്സിമം ഞങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഉള്ള ഏരിയകളിലോട്ട് കവർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഏതാണ്ട് ശ്രീലങ്ക കാണാൻ തുടങ്ങിട്ടോ. ഈ സൈഡിൽ നോക്കി നമുക്ക് ചെറുതായിട്ട് കാണാം ശ്രീലങ്കന്റെ ഒരു ഭാഗം. ശ്രീലങ്ക ആ കാണുന്നതാണ് ഗൈസ് ശ്രീലങ്ക. അങ്ങനെ നമ്മൾ ശ്രീലങ്ക ഫൈനലി 2 ഷഡ്ഡി എടുത്ത്, അതായത് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പാലക്കാട് വരെ വന്ന് പോവാന്ന് പറഞ്ഞാൽ നോക്ക് ഗൈസ്, ഞങ്ങളിപ്പോ അവസാനം ഫൈനലി ശ്രീലങ്ക എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് എവിടെ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ തിരിച്ച് 5-6 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകും. എന്തായാലും ഞങ്ങളൊരു 6 ദിവസം 7 ദിവസം ഇവിടെ ഉണ്ടാവും. അതെ, 7 ദിവസം ശ്രീലങ്ക. അപ്പൊ നേരത്തേലും അടുത്ത് കേട്ടോ. നമ്മളങ്ങനെ KKS അല്ലേ, കനക സെന്തോറി അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. കനക സിംഹാസനം. എന്തോ ഒരു പേരാണ് കനക സെന്തോറി പേര് കേട്ടോ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശ്രീലങ്ക. ഇത് നോക്ക്, മീനുകൾ പോകുന്നുണ്ട് ഇതിലിങ്ങനെ. അതെ, ഒരുമാതിരി വെളിച്ചില് അത് പൊളിച്ച് കിട്ടിയോ? കറക്റ്റ് കിട്ടി. അത് കൊള്ളാലോ. ഞങ്ങളിങ്ങനെ ശ്രീലങ്കയിലെത്തി. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെയാണ് ഇനി എമിഗ്രേഷൻ? അല്ലല്ല, ഇവിടെ നമ്മളെ നോക്കി നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് ആ വണ്ടിയിൽ കയറ്റിയിട്ട് എമിഗ്രേഷൻ ചെയ്യുന്ന കൗണ്ടറിൽ കൊണ്ടുപോകും. എമിഗ്രേഷൻ ആണോ ഈ അടുത്ത ബസ് സ്റ്റാൻഡിലാണോ എന്ന് എനിക്കറിയില്ല. അല്ലല്ല, അവിടെ കൊണ്ടുപോയിട്ട് എമിഗ്രേഷൻ ചെക്ക് നമ്മളെ സീലൊക്കെ കുത്തി പുറത്തേക്ക് വിടുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ഇത് കൊണ്ടുവരുന്നു, കയറ് കൊണ്ടുവരുന്നു. അതെന്തിനാ പാലത്തിന്റെ സൈഡായിരിക്കും. വലയിട്ട് പിടിക്കാനാണോ? വലയിട്ട് പിടിക്കാൻ. നിന്നെയൊക്കെ വലയിട്ട് പിടിച്ചിട്ട് അത് നമ്മുടെ ബോട്ടിന്റെ ആൾക്കാരാ. നമ്മുടെ ബോട്ട് താഴെ കെട്ടുന്നുണ്ടോ? അതാ നമ്മുടെ ബോട്ട് കെട്ടി സൈഡാക്കി. നമ്മുടെ ആൾക്കാരെ കണ്ടല്ല കേട്ടോ, ഇവിടത്തെ ശ്രീലങ്കയിലുള്ള ഓഫീസേഴ്സ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവര് ഇപ്പൊ നമ്മുടെ കപ്പലിലുള്ള കപ്പിത്താനാണെങ്കിലും കപ്പലിലുള്ള സ്റ്റാഫുകളാണെങ്കിലും അവരെ പോലും ആദ്യം ഇറക്കൂല. ഇല്ല, അവര് വന്ന് എല്ലാം ചെയ്തിട്ട് അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഈ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. എന്താ ചേച്ചി പറഞ്ഞേ? അതായത് ഇപ്പൊ ഡോക്ടർ വന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള കപ്പിത്താനൊക്കെ ഉണ്ടല്ലോ, അവരെന്താ ഹെൽത്ത് ഇഷ്യൂസ് വണ്ടിയിലുള്ള ആർക്കെങ്കിലും വന്നിരുന്നോ? അതാണ് അത് തന്നെ. അത് ഡോക്ടർ നോക്കിയിട്ട് ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ജസ്റ്റ് ചോദിക്കാൻ. അപ്പൊ അതുണ്ട് അതിന്റെ ഉള്ളിൽ ഡോക്ടറും പിന്നെ ഒരു പോലീസുകാരനെ പോലെ ഒരാൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരെ കഴിയുമ്പോൾ കസ്റ്റംസ് വരും. കസ്റ്റംസ് വന്ന് മൊത്തം നോക്കിയിട്ട് ചെറിയ റൗണ്ട് അടിച്ചാൽ നോക്കി എല്ലാം നോക്കിയിട്ട് അവരങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവിടെ ഒരു വാന് വന്നില്ലേ, ആ വാനിൽ നമ്മളെ കൂട്ടിയിട്ട് പോയിട്ട് എമിഗ്രേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ആർക്കറിയാലോ, ചിലരൊക്കെ പറഞ്ഞാൽ കുറെ നേരം എടുക്കും. ചിലര് പറഞ്ഞു, മറ്റേ നേരത്തെ ഒരു മലയാളി ചേട്ടൻ പറഞ്ഞോ, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പൈസ കൊടുക്കാണ്ട് എമിഗ്രേഷൻ ക്ലിയർ ചെയ്തില്ല, കൈക്കൂലി. മനസ്സിലായില്ല? എയർപോർട്ടിൽ കൊളംബോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കൈക്കൂലി 100 രൂപ ഇന്ത്യൻ മണി കൊടുത്തപ്പോഴാണ് അവൻ അത് ഒപ്പിട്ട് തന്നിട്ട് വിട്ടേന്ന്. 9 മണിക്കൂറൊക്കെ നിന്നിട്ട് പറയുന്നു. നമുക്കറിയില്ല, നോക്കാം. ഇന്നിപ്പോ അനുഭവിച്ചറിയാലോ, അനുഭവിച്ചറിയാം. സാധാരണ നമ്മളെവിടെയെങ്കിലും പോയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോഴേ വേഗം എടുത്ത് ഓടിപ്പോകുന്ന ഒരു പരിപാടി. അതൊന്നുമില്ല, അവര് പറയുമ്പോ ഇറങ്ങാ. ഇനി എന്തെങ്കിലും നമ്മളിവിടെ വന്നതിൽ എന്തെങ്കിലും അവർക്ക് ഇതെന്തെങ്കിലും തോന്നിയാല് അടുത്ത വണ്ടി തിരിച്ചു പോയി ഈ വണ്ടിക്ക് തന്നെ 1 മണിക്ക് തിരിച്ചു ഇതിൽ തന്നെ തിരിച്ചു വിടും. അതുകൊണ്ടാണ് അവര് റിട്ടേൺ ടിക്കറ്റും കൂടി എടുക്കാണ്ട് ഇങ്ങോട്ട് കയറ്റാത്തത്. എന്തെങ്കിലും ഇപ്പൊ തന്നെ തിരിച്ചു വിടാലോ. അതെ, പ്രശ്നമില്ല. അതെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കും എങ്ങനെയാ നോക്കാം. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഈ വണ്ടി ഇവിടം വരെ ഓടിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ ആട്ടോ, കപ്പിത്താൻ. അദ്ദേഹമാണ് ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൂടെ കൊണ്ടുപോകുന്നത്. സ്രാങ്ക് അത് തന്നെ. അപ്പൊ ഇത് കൊടുത്ത സ്റ്റാഫുകളാണ്. ഉங்க ഡ്യൂട്ടി ഇങ്ക மட்டும் നമ്മൾ എങ്ങനെ வெளிய இறங்க கூடாது. இப்ப திரும்பி போறியா? நீங்க போலாம், அடுத்து நெக்ஸ்ட் பேசஞ்சர்ஸ் வந்துரும். அப்படியே நீங்க திரும்பி போயிடும். 1 டே டிராவல். காலையில ஸ்டார்ட் பண்ணேன்னா 5:30க்கு திரும்பி. നമുക്ക് ഇന്ന് 10-ാം തീയതി അല്ലേ? 10-ാം തീയതി ഞങ്ങൾ ഇന്റർവ്യൂ. അപ്പൊ എவ்வளவு മണിക്ക് എമിഗ്രേഷൻ വരണം? 10-ാം തീയതി 1:30ക്ക് തന്നെ. ഓക്കെ, താങ്ക് യു. ഇറങ്ങാനായിട്ടില്ലടാ. എനിബഡി ക്യാൻ ഗോ. മലയാളം. നമ്മുടെ പുറത്ത് ബസ് വന്നിട്ടുണ്ട്. ഒരു ബസ് ആൾക്കാരെ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. കയറ്റി ഇനി അടുത്ത വണ്ടി വരണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ഒരു യൂട്യൂബറാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യൂട്യൂബറാണ്. ആളും ശ്രീലങ്കയ്ക്ക് വന്നാണ്. അതെ. ഓക്കെ, എന്നാ അങ്ങനെ നമുക്ക് ഇറങ്ങിയേക്കാം. ഇറങ്ങിയത് ഈ വണ്ടി ഇല്ലല്ലോ, ഇവിടുന്ന് അങ്ങോട്ടും മാറാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മള് ശ്രീലങ്ക എത്തി. അങ്ങനെ
നമുക്ക് ഈ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ വണ്ടിയിലാണ് പോകുന്നത്. അതെ, നമ്മൾ വന്ന കപ്പൽ ബാഗൊക്കെ പിടിച്ചിരിക്കും. നമ്മൾ വന്ന ഇതാണ് നമ്മുടെ ശുഭംത്തിന്റെ ശുഭം.com കയറി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും ഇനി നമുക്ക് പോർട്ടിൽ എത്തിയിട്ട് കാണാതെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതിലൊരു മെയിൻ കാര്യം എന്താ പറയുക, നമ്മുടെ പാസ്പോർട്ടിൽ ഇതാ അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ നീ ഒരു ശ്രദ്ധിച്ചോ, നമ്മുടെ മുമ്പിൽ വന്നവരൊക്കെ മാക്സിമം നിന്ന് തപ്പി ഫുൾ അരിച്ചു പറക്കി. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താ പർപ്പസ് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ വ്ളോഗ് ചെയ്യാനാണ്, യൂട്യൂബേഴ്സ് ആണ്. ഓ യു ആർ ഫ്രം യൂട്യൂബിലേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര വില കേട്ടോ, കാര്യം കേട്ടോ. നമ്മുടെ നാട്ടില് നമുക്കൊരു വിലയില്ലാത്ത. പക്ഷെ അവര് നമ്മളോട് റെസ്പെക്ട് ആണ്. അതെ അതെ. അപ്പൊ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാ എന്താ എത്ര ദിവസം ഉണ്ടാവും, തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പോയി ഇന്ന സ്ഥലത്ത് പോയി ഇതിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പൊ അവർ ഭയങ്കര സന്തോഷം. അടിപൊളി കേട്ടോ. അതെ, എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ അടുത്ത ദിവസം ഒരു വീഡിയോയിൽ നമുക്ക് പോവാം. ഇവിടെ നിന്നൊരു കാര്യം, സെക്യൂരിറ്റിയിലേക്ക് കസ്റ്റംസും മെൽനോയ്സ് ആണ്, മിലിറ്ററിക്കാരാന്ന് തോന്നുന്നല്ലേ. ഇവിടുത്തെ ശ്രീലങ്കൻ മിലിറ്ററി ആയിരിക്കും. ഇതിപ്പോ നമ്മൾ പുറത്തിറങ്ങി ഇനി എന്ത് ചെയ്യാം. ഇവിടെ നമ്മുടെ നാട്ടിലെ തെണ്ടിപ്പട്ടി ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. തെണ്ടിപ്പട്ടി എന്ന് പറയല്ലേ, പാവല്ലേ, പാവങ്ങളാണ്. ഇതൊക്കെ ബെൽജിയം മെൽനോയ്സ് മണത്ത് ചെക്ക് ചെയ്ത് അവരിങ്ങനെ പോവാണ്. ഇതൊക്കെ ഒരു സാധനം, ഇത് രസമുണ്ട് കേട്ടോ. രസമുണ്ട്. നമ്മളങ്ങനെ എന്റെ മോനെ ഇത് നല്ല ചൂടാണല്ലോ. ഭയങ്കര വരിക. അതാ ടുക്ക് ഇറങ്ങിയത്. ടുക്ക് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം നമുക്ക് പണി എന്താന്ന് അറിയാം മോശം, ഇങ്ങോട്ട് പോയി. ആദ്യം എന്താ പണി? സിം എടുക്കണം. സിമ്മല്ല, പൈസ മാറ്റണം. പൈസ മാറ്റണമെങ്കിൽ സിം എടുക്കണം. സിം എടുക്കണമെങ്കിൽ പൈസ മാറ്റണമെങ്കിൽ നമ്മൾ ടുക്ക് വണ്ടി ഉണ്ട്. ഇത് ടുക്ക് അല്ലേ, സാധനം ഓട്ടോയാ. ഇത് നമുക്ക് ജാഫ്നയിലല്ലേ പോണ്ടേ? ജാഫ്ന ഇവിടെ അടുത്താണോ നോക്കി കിട്ടുന്നുണ്ടോ എന്തെങ്കിലും? നെറ്റൊന്നും ഇല്ല, എന്നാലും വെറുതെ ഒന്ന് വെച്ച് നോക്കാം. മോസസേ, നീ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താ വായിച്ചത്? സന്തുറൈ. അതാണ് സംഭവം പേര്. KKC അല്ലേ? അതെ. ഇതുണ്ടോ, നമ്മൾ ഈ പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നേരെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ ഈ നൂഡിൽസും ഈ കളറൊക്കെ കണ്ടപ്പോ ഞങ്ങളുടെ വിചാരം ഏതോ ചായക്കടയത്. സംഭവം മണി എക്സ്ചേഞ്ച് ആണ്, ബാങ്കാണ് കേട്ടോ സംഭവം. ഇത് ബാങ്ക് അക്യൂർ റീച്ച് ബാങ്കിന്റെ വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കയറി ലേശം പൈസ നമുക്ക് മാറ്റിയെടുത്തിട്ട് പോകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ആകെ ഇന്ത്യൻ മണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 2500 രൂപ അല്ലേ, 2500 രൂപ 850 രൂപ. സന്തോഷ് ആനന്ദി. അപ്പൊ ഇവിടെ ATM ഉണ്ട്. ATM നമ്മുടെ കാർഡ് വെച്ച് ഇതിന്ന് പൈസ എടുക്കാം. എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. പക്ഷെ ഇവിടത്തെ പൈസ വരുള്ളൂ, ആ ഒരു ഇത് മാത്രം. അപ്പൊ അങ്ങനെ നമ്മുടെ പൈസ കിട്ടി കേട്ടോ. ചില്ലറ ഉണ്ടല്ലേ, കാണിച്ചേ. 500 ഉണ്ട്. അല്ല, ഇനൊരു കൊഞ്ചം ഇരിക്ക ഒരു 230 രൂപ ഇരിക്ക. 100-ന്റെയും 500-ന്റെ പറ്റും. അപ്പൊ 100 രൂപയ്ക്ക് എത്ര രൂപ? 300. 200 രൂപയ്ക്ക് 600 കിട്ടും. അതുകൂടി മാറ്റിയേക്കാം. കൂടി വേണം. എന്തായാലും ഇത്രയായി. അതിലെ കൊഞ്ചം മാറ്റി കൊടുക്കാം. അപ്പൊ 50 കോയിൻ 2 രൂപ. അപ്പൊ 8 രൂപ. ഈ 50 രൂപ, 500, 1000. കൊള്ളാം. എന്തായാലും നമുക്കിനി വേഗം അടുത്ത സ്ഥലം പിടിക്കാം അല്ലേ മോസേ? ജാഫിനെ പിടിക്കാം. അപ്പൊ ജാഫിനെ പോവാനുള്ളതും ഓട്ടോറിക്ഷയ്ക്ക് 2000 രൂപ. 2000 ആണോ 2500 ആണോ? 2000 രൂപ. 2000 രൂപ അല്ലേ? എന്നിട്ട് ഈ ഇന്ത്യൻ പൈസ നമ്മുടെ ബാഗിലോട്ട് ഇട്ടോ. അങ്ങനെ ഞങ്ങള് 3 പേര് മോനെ ഇവിടെ അടുത്ത് ബസ് കിട്ടുന്ന സ്റ്റോപ്പിലേക്കാ പോകുന്നത് കേട്ടോ. നമ്മുടെ ജാഫ്നയിലോട്ട് പോകണമെങ്കിൽ ഇത് ഒരു 2500 രൂപ വേണം. ഇപ്പൊ ഞങ്ങൾ അടുത്തൊരു ചെറിയ ടൗൺ 1 കിലോമീറ്റർ പോകാൻ 300 രൂപ. ആട്ടോക്കാർ തിരമേ ഓട്ടിങ്ങ. നല്ല കാറ്റ്. അതെ, അങ്ങനെ ശ്രീലങ്കയിൽ ഓട്ടോ എക്സ്പീരിയൻസ് ചെയ്യാറ്. നാളെ ഈ ജാഫ്നയിൽ പോയിരുന്നാ ஆட்டோ ரெண்டுக்கு கிடைக்குமா? ஆட்டோ ரெண்டு கிடைக்கலாம். எவ்வளோண்ணா? பைக்குக்கு 2500 ரூபா எடுக்கிறோம் ஒரு நாளைக்கு. ஒரு நாளைக்கு பெட்ரோல் அவரா? அவங்க கிட்ட சொல்லி நாம போடுறோமா? அதுக்கிட்ட அந்த லேடிஸ் சொல்லியாச்சு. അപ്പൊ നമ്മുടെ അക്ക അവിടെ നിന്നു. അക്കേനെ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ ഇങ്ങ പക്കത്തില് ഫോറസ്റ്റ് എല്ലാം ഇരിക്കാ? ഫോറസ്റ്റ് ഇരിക്കാ? അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എന്തെങ്കിലും കഴിക്കാൻ വല്ല ബണ്ണോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാട്ടോ. എന്നെ ഈ ബാഗുകളെല്ലാം ഏൽപ്പിച്ച്. ഇക്കാന്റെ ബാഗ് കൂടെ ഉണ്ട്. ഇക്കാന്റെ വേറെ കാര്യമുണ്ട്, ഇക്കാന്റെ വൈഫ് ഹൗസ് ഇവിടെ കേട്ടോ. ശ്രീലങ്കക്കാരിനെയാണ് പുള്ളി കെട്ടിയേക്കുന്നത്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഇവര് വന്നിട്ടില്ല. കുറെ കാലങ്ങളായിട്ട് ശ്രീലങ്കയിലേക്ക് വന്നിട്ടില്ല.
പുള്ളിക്കാരി അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പാണ് വന്ന. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പുള്ളി വന്നേക്കുന്ന കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ നിന്ന് പരിചയപ്പെട്ടു. അങ്ങനെ അയ്യോടാ ജാഫ്ന ബസ്സാണല്ലോ പോണത്. ഇത് കണ്ടോ, കറക്റ്റ് നമ്മളൊരു തമിഴ്നാട്ടിൽ ചെന്ന ഫീലാണ് ശ്രീലങ്ക എന്ന് പറയുമ്പോൾ. പക്ഷെ വണ്ടികളുടെ ഒക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഗതി ഇന്ത്യ അല്ല ശ്രീലങ്കയാണ്. കാരണം വണ്ടികൾക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി എന്തൊക്കെയോ മേടിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ നമ്മൾ സാധനം പ്രോസസ്സേ ഇപ്പൊ ഒരു ബസ് അങ്ങ് പോയിട്ടുള്ളൂ. നിങ്ങൾ 120 രൂപ 120 രൂപ ബസ്സിന് ഒരാൾക്ക്, രണ്ടാൾക്ക് 2,240 രൂപ, ബസ്സിന് 2,500 രൂപ, ഓട്ടോയ്ക്ക് ഫുഡ് 390 രൂപ. അതായത് ഇന്ത്യൻ മണി ഏകദേശം 250 രൂപ. അതൊരു നഷ്ടമല്ല. നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുക്കുന്നതാണ്. അല്ല ഇത് ഫുഡിന് കഴിച്ചേക്കല്ലേ. നല്ല മണം. ഇത് നോക്കി, അടിപൊളി സാധനം അല്ലേ? പൊളി സാധനം കേട്ടോ. ഉള്ളിൽ ക്രീമൊക്കെ ഉണ്ട്. അടിപൊളി സാധനം. അപ്പൊ അങ്ങനെ ബസ് വന്നു. ഇതാണ് നമ്മള് ജഫ്നയ്ക്ക് പോകുന്ന ബസ്സാണ്. ചാടി കയറിക്കോ. പോവാൻ ഇത് പ്രൈവറ്റ് ബസ്സാ. ശരി നമുക്കിനി അപ്പൊ നമ്മളങ്ങനെ ശ്രീലങ്കയിലെ ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത് കേട്ടോ. ചേട്ടൻ ഒരേ പൊട്ടിക്കലാണ്. അണ്ണാ നമുക്ക് പേരെന്നെ ദിലീപ്. ഒരേ പൊട്ടിക്കലാണ് കേട്ടോ. അടിപൊളി. മോസസ് ഒക്കെ ബേക്കിൽ ഇരിപ്പണ്ടേ. ഞങ്ങൾ ബസ് തന്നെ എടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഇതിപ്പോ പ്രൈവറ്റ് വണ്ടിയാണ്. എന്നാലും നമുക്ക് 120 രൂപയെ ഇവിടുത്തെ 120 രൂപ ഒരാൾക്ക് ടിക്കറ്റ് വരുള്ളൂ കേട്ടോ. മറ്റേത് ഓട്ടോയ്ക്ക് നമ്മൾ പറഞ്ഞ 2,500 രൂപയാണ്. 10-30 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ യാത്ര അല്ലേ? 1 അവർ യാത്ര. 1 അവർ യാത്രയുണ്ട്. നല്ല രസമാണ്. പക്ഷെ ബസ് തന്നെ അടിപൊളി കേട്ടോ. ബസ് അടിപൊളി. നാട്ടില് ബസ്സിൽ സഞ്ചരിക്കാത്തതുണ്ട്. അതെ അതെ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അല്ലേ? ശ്രീലങ്ക നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. സംഭവം പൊളിയാണ്. ഓട്ടോറിക്ഷ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷ. നല്ല മഴക്കാറുണ്ട്. 2 മണിയാച്ചു. ഇതാണ് നമ്മുടെ അശോക് ലൈലാൻഡ്. അതായത് ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാട്ടോ. തെല്ലിപ്പാലൈ ജാഫ്നയ്ക്ക് പോണ ബസ്സാണ്. ഇത് പ്രൈവറ്റ്, അത് ഗവൺമെന്റ്. ചേട്ടയ്ക്ക് മലയാളം അറിയാം. കേരളത്തിൽ വന്നെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയാട്ടോ. കാരണം കേരളം നല്ല അടിപൊളിയാണെന്നൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ട്. നമുക്കറിയാലോ കേരളം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആളുകളുണ്ടല്ലോ മലയാളം ഒക്കെ കാണുന്നുണ്ട്. മലയാളം പിന്നെ സിനിമയൊക്കെ മലയാളം സിനിമയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണും. കാരണം ഈ അവര് കാണുന്നുണ്ട്. മലയാളം അറിയാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, ഞങ്ങൾ മലയാളം സംസാരിച്ചപ്പോഴേ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുക നിങ്ങൾ കേരളത്തിൽ നിന്നാണോ അതേന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഭാഷയായിട്ട് 70% സാമ്യമുണ്ട് നമ്മുടെ മലയാളത്തിന്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മലയാളം സംസാരിച്ചാലും അവർക്ക് ഏറെക്കുറെയൊക്കെ അറിയാം കേട്ടോ, മനസ്സിലാവും. നമ്മൾ ചെറിയൊരു ടൗണിലേക്ക് എത്തി. ചെറിയൊരു ടൗൺ അല്ലേ? അതും ഒരു ലോറി ഇസൂസു. ഇവിടെ ഇങ്ങനത്തെ ജപ്പാൻ്റെ വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ ആട്ടോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ടാറ്റയുണ്ട്, അതേപോലെ മാരുതി സുസുക്കിയൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലത്തെ വണ്ടിയായിട്ട് കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു സിഗ്നലിൽ കിടക്കുകയാണ്. ഇത് നോക്കിയേ, സുസുക്കീൻ്റെ വണ്ടി. വാഗനാറിൻ്റെ ഒരു മോഡലുണ്ട് കേട്ടോ. വാഗനാർ എന്തോ വലിച്ചു നീട്ടി എന്തോ ചെയ്ത് വെച്ചേക്കുന്ന പോലെയുണ്ട്. പക്ഷേ രസമുണ്ട്, വണ്ടി കാണാൻ രസമുണ്ട്. നമ്മളിങ്ങോട്ട് തിരിയുവാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഓട്ടോറിക്ഷയൊക്കെ വെറൈറ്റി ആണോ സംഭവം. സ്പോയിലറൊക്കെ കയറ്റിയേക്കണ ബേക്കിൽ. എൻ്റെ മോനെ, എന്തോ ലൈഫ് പോയിന്റ് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാഫ്നയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു ടൗൺ ആട്ടോ. നമുക്ക് പേര് അറിയത്തില്ല. കാരണം അണ്ണ ഇന്ന ടൗൺ പേരെന്നെ
സ്റ്റാൻഡ് റോഡ് ജഫ്ന അയച്ചാ ആ അപ്പോൾ ജഫ്നയാണ് കേട്ടോ ഇത് മോസേ ജഫ്നയാടാ ആ അപ്പോൾ നമുക്കിനി അടുത്ത ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം നെറ്റ് എടുക്കണം നെറ്റ് എന്ന് പറഞ്ഞാൽ സിം എടുക്കണം സിം എടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ മുന്നോട്ട് പോവുള്ളൂ നമ്മുടെ ആൾട്ടോ 800 പോണ് ഈ കാണുന്നത് ജഫ്നയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഉള്ളിലേക്കൊക്കെ കുറേ ഉണ്ട് ആ ഇതെല്ലാം ഹോസ്പിറ്റൽ തന്നെ കേട്ടോ 50 ഹോസ്പിറ്റലാണല്ലോ ആ ബിൽഡിംഗ് എന്തോ ഉടച്ച് കളയുകയാണ് വമ്പൻ ആശുപത്രി എൻ്റെ പൊന്നു ഗൈസ് ഇത് പുതിയത് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു മെഡിക്കൽ കോളേജ് എന്തോ ആണെന്ന് തോന്നുന്നത് ഇതുണ്ട് ആശുപത്രിയിൽ നിന്ന് പോകുന്ന മറ്റേ സാധനം കണ്ടോടാ ഓക്സിജൻ കാലിയാണോ ഓ ഇങ്ങോട്ട് ജഫ്ന അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ ആട്ടോ വലിയ ടൗണാണ് വാഗനാർ ബസ്സുകളുണ്ടോ എല്ലാം നല്ല വെറൈറ്റി ഫുൾ പെയിൻറ്റിങ് ഫുള്ള് സ്റ്റിക്കർ അടിച്ച പോലെ ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ അടിപൊളി ലൈലാൻഡാണ് കൂടുതൽ ഇവിടെ ബസ്സുള്ളത് ഇത് 2 പോലീസുകാർ ഓടിക്കുവാന്ന് തോന്നുന്നു അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അവരോട് ശരിക്കും നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞു കേട്ടോ പക്ഷേ നമുക്ക് ചീപ്പ് റേറ്റിൽ ഹോട്ടൽ കിട്ടുന്ന ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇക്ക പോവുകയാണ് ഇക്ക ഇവിടുന്ന് കൊളംബോയ്ക്ക് പോവാണ് അപ്പോൾ നമുക്ക് കൊളംബോയിൽ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇക്കാൻ്റെ വീട്ടിൽ പോകാം ഓക്കെ ബൈ താങ്ക് യു ബൈ അപ്പോൾ നമുക്ക് ആദ്യം സിം എടുക്കാമല്ലേ മോസേ ആ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എല്ലാം ചീപ്പാണ് അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ സിം എടുക്കാൻ കുറച്ച് ഒരു വണ്ടി വരുന്നു വെറുതെ അടയാവണ്ട ഭക്ഷണ സാധനങ്ങളെ അതെ ഞാൻ രക്ഷപ്പെടുകയാണ് എത്ര പൈസ ഓ 500 1000 100 എന്തോരം 5000 നോട്ട് കണ്ടിട്ടുണ്ടോ നീ 5000-ൻ്റെയോ ഞാൻ കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലെ 10,000-ൻ്റെ നോട്ട് കണ്ടിട്ടുണ്ട് അപ്പോഴാ ആണോ ആ വണ്ടി ഇടിക്കൂലല്ലോ അങ്ങനെ ശ്രീലങ്ക കൂടി ഞങ്ങൾ അങ്ങനെ പാര നടക്കുകയാണ് ആ നമുക്ക് സിം എടുക്കണം എന്നാണ് ഇപ്പൊ പുള്ളി പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് വേഗം പോയി സിം എടുക്കണം ഇത് കണ്ടോ നമ്മുടെ ഡിസ്കവർ 125-ന് 7,31,950 രൂപ എൻ്റെ പൊന്നെ 7 ലക്ഷം രൂപ കൊടുത്ത ബൈക്ക് അപ്പോൾ നമ്മുടെ ഡ്യൂക്കിനൊക്കെ ഇവിടെ എത്ര ലക്ഷമായിരിക്കും 10-50 ലക്ഷം രൂപ വില വരും അല്ലേ എടാ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എങ്ങനെയാണ് അത് ശരിയാവുന്നേ ആ 5,000 രൂപ എൻ്റെ പൊന്നെ ഞങ്ങൾ രണ്ട് ജ്യൂസ് മേടിച്ചിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണേ 1000 രൂപേൻ്റെ ജ്യൂസാണ് ഞങ്ങളിന്ന് കുടിക്കാൻ പോണേ എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി കേട്ടോ ഇന്ന് ഇവിടെയുള്ളൊരു മെയിൻ കട അടച്ചു പോയേക്കാണ് അപ്പോൾ അതേ റോഡ് സൈഡിലൊരു കട കിട്ടി ഏത് വെള്ളം കൊടുത്തോ നമുക്ക് സിം കിട്ടിയാൽ അപ്പോൾ എന്തായാലും ഇനി സിം കിട്ടും അയ്യോ ഇത് നമ്മൾ വന്ന വണ്ടിയാണല്ലോ നമ്മുടെ ഡ്രൈവറായിട്ട് ഓക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് വില കുറച്ച് കൊടുക്കണത് ഇല്ലേടാ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മൾ എയർടെലിൻ്റെ സിം ആട്ടോ എടുക്കുന്നത് ഇതില് 12 GB ഇതെല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇത് 12 GB എക്സ്ട്രാ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല എങ്കിൽ ഇന്ന് മോസൻസിൻ്റെ അടിയാണ് കേട്ടോ എൻ്റെ വക എന്തായാലും നമുക്ക് നോക്കാം സിം ഫ്രീ ആട്ടോ ഇവിടെ 1188 രൂപയാണ് ഞങ്ങളിത് റൂമിലെത്തി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ അതായത് നമ്മൾ അവിടുന്ന് സിമ്മൊക്കെ എടുത്ത് വന്ന് കുറച്ചധികം ലേറ്റ് ആയില്ലേ റൂമൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെ ഒരുപാട് പരിപാടികൾ കിടക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു 1-2 ദിവസത്തേക്ക് നമുക്ക് ശ്രീലങ്കൻ വിശേഷങ്ങളായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോസിൽ ശ്രീലങ്കയുടെ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതോടും പേരിക്കും ബായ് ഇവിടെ ഒരു ബായ് കൊടുക്കടേ ബായ്